തൻ്റെ മന്ത്രിസ്ഥാനം വിവാദങ്ങളിൽ ആടിയുലയുമ്പോൾ നെഞ്ചുവേദന വരുന്ന മന്ത്രിമാർ കേരളത്തിന് തന്നെ അപമാനമാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം കഴിഞ്ഞ 4 വർഷം കൊണ്ട് വീണ ജോർജ് എന്ന മന്ത്രിയുടെ കാലഘട്ടത്തിൽ താറുമാറായി കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ ജനം ചർച്ച ചെയ്യുന്ന എല്ലാ വിവാദങ്ങളും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അസുഖം വരുന്നത് ആരുടെയും കുറ്റമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആയുസ്സുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയാണ്. ആ മുഖ്യമന്ത്രിക്ക് ചികിത്സ തേടി വിദേശത്ത് പോകാം. പക്ഷേ ഈ നാട്ടിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവനൊരു അസുഖമുണ്ടായാൽ അവൻ എവിടെ പോകും? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. ഹൃദയം തൊട്ട് ലിവറും കിഡ്നിയും ഒക്കെ മാറ്റിവെക്കാനുള്ള വലിയ സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളുടെ ശൃംഖല കേരളത്തിലുണ്ട്. എല്ലാവിധ അസുഖങ്ങൾക്ക് ചികിത്സയുമുണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ആശുപത്രികളൊക്കെ കഴുത്തറപ്പൻ ആശുപത്രികളാണ്. വീടിൻ്റെ ആധാരം സഹകരണമായെങ്കിലോ ബ്ലേഡുകാരനോ കൊടുത്താൽ മാത്രമാണ് ഇവിടെയൊക്കെ പോയി ജനങ്ങൾക്ക് ചികിത്സ തേടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ. പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിചയസമ്പന്നരായ ഡോക്ടർമാരുള്ള ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും. അങ്ങനെയുള്ള മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ബിന്ദു എന്ന സ്ത്രീ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ദാരുണമായി മരിക്കുന്നൊരവസ്ഥയുണ്ടായി. അവിടെ എത്തിയ മന്ത്രി തന്നെ പറയുകയാണ് 11:30-ക്കാണ് അപകടം ഉണ്ടാകുന്നത്. അതിനടിയിൽ ആരുമില്ല. ആരാണ് ഈ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തത്? ഇപ്പോൾ ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് സൂപ്രണ്ട് വരുന്നു. ഒരു അപകടമുണ്ടായ അതിൻ്റെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൈം ഒരു 2 മണിക്കൂറോളം നഷ്ടപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ആരംഭിച്ച് 15 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബിന്ദുവിൻ്റെ ശരീരം റിക്കവർ ചെയ്തെടുക്കാൻ മരിച്ച നിശ്ചലമായ അദ്ദേഹം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 2012-13 കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് വന്നതാണ്. 2024 അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള PWDയുടെയും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ ഫൈനൽ റിപ്പോർട്ട് വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുമായി നമുക്കറിയാം ശരിക്കും ഉത്സവപ്പറമ്പ് പോലെയാണ്. നിരവധി രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും മറ്റാവശ്യങ്ങൾക്ക് വരുന്നവരുമൊക്കെയുള്ള ആളുകൾ. അങ്ങനെയുള്ള സ്ഥലത്തെ എത്ര അനാസ്ഥയോടെയാണ് തകർന്നു വീഴാൻ തയ്യാറായ ഒരു ബിൽഡിങ്ങിനെ ഇവർ നിലനിർത്തിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമാണോ? ഇതുകൊണ്ട് മാത്രം ഇവിടെ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ മെയ് മാസം 28-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ICUവിൽ അഗ്നിബാധ കത്തുപിടിക്കുന്നത്. അന്ന് അവസരോചിതമായി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ജീവഹാനി ഉണ്ടായിട്ടില്ല. അന്ന് ഈ മന്ത്രി പറഞ്ഞത് 24 മണിക്കൂറിനകം IC റീഓപ്പറേറ്റ് ചെയ്യുമെന്നാണ്. ഇന്നും ആ IC പൂർണ്ണ സജ്ജമാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന പ്രൊഫഷണൽ സൂയിസൈഡ്. ആത്മഹത്യാപരമായൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സർക്കാർ ജീവനക്കാരൊരു ഡോക്ടർ സംസാരിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഒരു സ്ഥാപനം എത്ര ദുരവസ്ഥയിലാണ് പോകുന്നത്? ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ വലിയ കഥകൾ പറഞ്ഞ മുൻ മന്ത്രിയൊക്കെയുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ രാജ്യത്ത് വസൂരി പടർന്നു പിടിക്കുന്ന കാലത്ത് തിരുവിതാംകൂറിൽ അന്നത്തെ രാജാവ് തന്നെ വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുമെന്ന് ജനങ്ങളുടെ ഭയം മാറ്റാൻ വേണ്ടി വാക്സിനേഷൻ എടുത്ത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്ന സ്ഥലമാണ് തിരുവിതാംകൂറിലെ രാജകുടുംബത്തിൻ്റെ കാലത്ത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ആരോഗ്യ വിദ്യാഭ്യാസ നിലവാരമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഇവരാരും ഈ ഇടതുപക്ഷ സർക്കാരൊന്നും കൊണ്ടുവന്നതല്ല കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന് പറയുന്നത്. അത് വർഷങ്ങളായി ഇവിടെ ഉള്ളതാണ്. ആ ഉള്ളതിനെ സംരക്ഷിക്കുന്നതിനോ അതിനെ കൂടുതൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുന്നതിനോ ഒരു സംവിധാനവും സ്വീകരിക്കാതെ നിരുത്തരവാദപരമായി ഈ ഗവൺമെൻറ് പ്രശ്നങ്ങളെ സമീപിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ശരിക്കും ബിന്ദു ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയുടെ ഒരു രക്തസാക്ഷിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ കേരള സമൂഹം സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക്
സമീപിക്കാൻ പറ്റുന്ന രീതിയിൽ ആശുപത്രികളെ മാറ്റിയെടുക്കാൻ അതിനാവശ്യമായ പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുമ്പോഴും രാജഭരണകാലത്തുണ്ടാക്കിയ പഴയ ബിൽഡിങ്ങുകൾ ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ലജ്ജാകരമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ ഒക്കെ ചികിത്സ വേണമെങ്കിൽ വിദേശത്തേക്ക് പോകാം. വിദേശത്തെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകാം. നമ്മൾ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ പണ്ട് ക്യൂബ മോഹൻദൻ എന്ന കഥാപാത്രം ശ്രീനിവാസൻ്റെ ബാത്റൂമിൽ പോയി ഈ ഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ, കുത്തക മുതലാളിത്തം തുലയട്ടെ എന്നൊക്കെ പറയുമ്പോഴും നല്ല ചികിത്സയ്ക്കും സ്വന്തം തരിക സംരക്ഷിക്കാനും ഒക്കെ നമ്മുടെ നേതാക്കൾക്കും വലിയ വലിയ ആളുകൾക്കും ഒക്കെ അമേരിക്കയ്ക്കോ യൂറോപ്പിലേക്കോ അങ്ങോട്ട് പറയുമ്പോൾ, പക്ഷേ ഈ നാട്ടിലെ പാവങ്ങളെ സംബന്ധിച്ച്, ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ കിട്ടാൻ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളുമാണ് സമീപിക്കാവുന്ന ഒരു വലിയ സ്ഥലം. അതിവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്തേണ്ടത് ഒരു അനിവാര്യമായ കാര്യമാണ്. അതിന് ഈ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരും. വീണ ജോർജ് എന്ന മന്ത്രി ഒരുപക്ഷെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുമായിരിക്കാം. അത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു MLA യോ MP യോ പഞ്ചായത്ത് മെമ്പറോ ആകാൻ കഴിയാതെ ഒരുപാട് നേതാക്കൾ ജീവൻ കൊടുത്ത് വളർത്തിയൊരു പ്രസ്ഥാനത്തിൻ്റെ ചില ബൈപ്പാസ് റോഡുകളിലൂടെ വരുന്ന നേതാക്കന്മാരൊക്കെ അധികാരം പോകുന്ന കേട്ടും അസ്വസ്ഥരാകും. അത്രമാത്രമേ ഉള്ളൂ. ഏതായാലും നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പിണറായി വിജയൻ്റെ ഈ ഭരണത്തിൽ ഇനിയെങ്കിലും നമ്മുടെ ആരോഗ്യരംഗം നന്നാവുമോ? ഇല്ലെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി പറയേണ്ടി വരും.